ആരാ ഇത്? പേരെന്താ? ലുട്ടാപ്പിയോ? എന്തോ ചെയ്യും ഞങ്ങളെ? അടിക്കാനോ? ഇതെന്താ കയ്യില്? നിന്റെ പേര് അല്ലിന്ന് എനിക്ക് മനസ്സിലായി. ഇഡ്ഡലി ഇഷ്ടാണോ? എത്ര ഇഡ്ഡലി കഴിക്കും? 2 3 കഴിക്കോ? 4 കഴിക്കും. 5 പറഞ്ഞ 5 കഴിക്കുമായിരിക്കും. ഡാൻസ് കളിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറയോ? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വീഡിയോ എടുക്കാൻ വേണ്ട അച്ഛൻ? ആണോ? ബുദ്ധിമുട്ടിക്കുവോ അവിടെ? പാവം കൊച്ച. അല്ലിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? അല്ലിക്ക് കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടറിയോ? അതോ അച്ഛൻ മിഠായി വാങ്ങിച്ചു, അത് കൊടുക്കും കുട്ടിക്ക്. ഈ വള ഞാൻ തരാം, ആ വള തരൂ എനിക്ക്. അയ്യോ, അങ്ങനെ വന്നു ആന. അപ്പൊ എന്ത് ചെയ്ത അല്ലി കുഞ്ഞെ? ഓടിയോ? അല്ലി ബൈ, ഗുഡ് നൈറ്റ്. ആണോ? ബാക്കി 2 പ്രോഗ്രാമിൽ ചിരിച്ചില്ലേ അവര്? അതെന്തേ അവര് ചിരിക്കാനെ? കടിക്കൂ ചേച്ചീനെ? അമ്മേ, അക്രമകാരിയാന്നോ നീ? വല്ലപ്പോഴും ആമി പിച്ചോ നിന്നെ? എന്തിനാ നീ ഇവളെ പിച്ചുന്നേ? വീണോ? എന്നിട്ട് എന്തേലും പറ്റുമോ അല്ലിക്ക്? ഇതെങ്ങനെ പറ്റാതെ? എന്താണ് കസേര? നിന്റെ പേര് അല്ലി എന്നാണോ? ഇത് അല്ലിയുടെ പേര് അല്ലി എന്നും ആമിയുടെ പേര് ആമി എന്നുമാണ് അല്ലേ? സൂപ്പർ. ഇതാണ് ആമിക്കുഞ്ഞിന്റെ അനിയത്തി അല്ലിക്കുഞ്ഞും. അപ്പൊ ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അല്ലിക്കുഞ്ഞ് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ആമിക്കുഞ്ഞ് നമ്മൾ TV വരെ കണ്ടിട്ടുണ്ട്. ഇടിച്ചിരി പെമ്പർച്ചിരിയിലെ പാർട്ടിസിപ്പന്റ് ആണ് ആമി. അപ്പൊ ആമി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇടിച്ചിരി പെമ്പർച്ചിരി ഒക്കെ? നല്ലതായിരുന്നോ? അവിടെ പോയിട്ട് എല്ലാരും ചിരിപ്പിച്ചോ? ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നെന്ന് കേട്ടല്ലോ ഞാൻ. അല്ല, പക്ഷേ ഒരു പ്രോഗ്രാമിനെ ഞാൻ ചിരിപ്പിച്ചുള്ളൂ. ആണോ? ബാക്കി 2 പ്രോഗ്രാമിന് ചിരിച്ചില്ലേ അവര്? അതെന്തേ അവര് ചിരിക്കാനെ? അവിടെ പോയിട്ട് എന്താ ഏറ്റവും ഇഷ്ടായേ? മഞ്ജു ചേച്ചിനെയാണോ ഇഷ്ടായത്? അതെന്താ മഞ്ജു ചേച്ചിനെ ഇഷ്ടായി? മഞ്ജു ചേച്ചി ഇങ്ങനെ കുടുകുടുന്ന് ചിരിക്കുന്നത് കൊണ്ടാണോ? സുന്ദരിയാണോ മഞ്ജു ചേച്ചി? അത് കൊള്ളാം. എന്തായാലും എന്താണ് അല്ലിക്കുട്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? എങ്ങനെയാ, വികൃതിയാണോ അല്ലി? ഇച്ചിരി വികൃതിയാണോ? വികൃതി കാണിക്കാറുണ്ടോ അമ്മീനെ? ആണോ? കടിക്കൂ ചേച്ചീനെ? അമ്മേ, അക്രമകാരിയാന്നോ നീ? കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലി വികൃതി കാണിക്കാറുണ്ടോ ചേച്ചീനെ? ചേച്ചിനെ വികൃതി കാണിക്കാറുണ്ടോ ആമീനെ? വല്ലപ്പോഴും. ആമി പിച്ചോ നിന്നെ? എന്തിനാ നീ ഇവളെ പിച്ചുന്നേ? പിച്ചത്തില്ലെന്നാ ചേച്ചി പറയുന്നേ. ഞാൻ അവളെ പേടിപ്പിക്കും ഇങ്ങനെ. എന്തിന്? ചുമ്മാ. അവളപ്പം പറയും അമ്മയെന്ന് പറഞ്ഞു. ആണോ? പേടിപ്പിക്കാറുണ്ടോ ചേച്ചി? എന്ത് പറഞ്ഞിട്ടാ പേടിപ്പിക്ക ഉണ്ണീനെ? പിച്ചാൻ വരുവോ? ആണോ? പേടിപ്പിക്കാൻ വരുവോന്നല്ലേ? അയ്യോ, അവനൊക്കെ കാണിക്കൂ. കുട്ടികളെ പിടിക്കുന്ന പിള്ളേരോ? മുട്ടായി പിന്നെ കസാരഭൂതം ഉണ്ടോ? ഇതൊക്കെ വെറുതെ പറയാട്ടോ. പിന്നെ
പിന്നെ അള്ളിയെ കസേര പൂട്ട് ഒരു ദിവസം തള്ളിയിട്ടു. തള്ളിയിട്ടു വീണോ? എന്നിട്ട് എന്തേലും പറ്റിയോ അല്ലിക്ക്? ഒന്നും പറ്റിയില്ല. നമ്മള് സ്ട്രോങ് അല്ലേ? ആ പിന്നെ എങ്ങനെ പറ്റാതെ? എന്താണ് കസേര? ആ കസേര കാണിക്കാ, നമ്മളെ തള്ളിയിട്ട കസേര. ഓക്കെ ബൈ, നടക്ക്. നടന്ന് ഈ കസാരന്നാണോ തള്ളിയിട്ടേ? ആരെ തള്ളിയിട്ടേ? ആമിയാണോ തള്ളിയിട്ടേ അതോ കസാരേനെ തള്ളിയിട്ടതാണോ? കസേരഭൂതം തള്ളിയിട്ടതാ ആണോ? ഇതാണോ ആമിയുടെ വീട്? ഓക്കെ, ആമിയുടെ വീട് ഒന്ന് കാണിച്ചു തരുമോ എനിക്ക്? റൂമൊക്കെ ഏതാ? ആമിയുടെ റൂം ഏതാന്നൊക്കെ? ഇതാണോ അല്ലിയുടെ റൂം? ഹോം ടൂർ എടുക്കുന്നു. ഓക്കെ അത് മതി, ഇനി ഇങ്ങോട്ട് പോരൂ. ഓക്കെ, ഉണ്ണി ഉറങ്ങിക്കോട്ടെ. ഉണ്ണി ഉറങ്ങുമല്ലേ, അവിടെ ഒരു ഉണ്ണി ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ടു പോണ്ട. ആ അത് അവളുടെ എൽസി. ഇതിലേതാ അല്ലിയുടെ പാവ ഏതാ? ഇതാന്നോ? ഓക്കെ, അത് ആമിയുടെ ആണോ? ആ ആഹാ, കൊറേ ഡോളുണ്ടല്ലോ. ഇവന്റെ പേരെന്താന്നറിയോ? വിൻഡി. എന്താ പേര്? മിൻഡി എന്നാണോ പേര്? ഓക്കെ, അപ്പൊ ഇവന്റെ പേരെന്താ? വിച്ചൂട്ടാൻ. ആരാ ഇതിനൊക്കെ ഇങ്ങനെ പേരിടുന്നേ? അതങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സൗണ്ട് കേൾക്കത്തില്ല. ഇതിനാരാ പേരിട്ടേ അല്ലി? നിന്റെ പേര്? നിന്റെ പേര് അല്ലി എന്നാണോ? ആ ഇത് അല്ലിയുടെ പേര് അല്ലി എന്നും ആമിയുടെ പേര് ആമി എന്നും ആണ് അല്ലേ? അമ്മയുടെ അച്ഛന്റെയും പേരെന്താ? അച്ഛന്റെ പേര് നിന്നിട്ട് പറഞ്ഞോ, തല കറങ്ങൂനി. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് മാലിനി. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് മനു. ആ അത് നന്നായി. അമ്മൂമ്മയുടെ ഒക്കെ പേരെന്താ അറിയോ? പേര് അല്ലി. പേര് അവരുടെ പേര് എന്താന്നൊക്കെ. എങ്ങനെ ആരാ കൂടുതൽ ഉണ്ണിയുടെ കൂടെ കളിക്കാനൊക്കെ കൂടുന്നേ? ആരാ? അമ്മൂമ്മയാണോ കൂടുതൽ കളിക്കാൻ കൂടുന്നേ? ആണോ? ആമി അച്ഛനെ അടിച്ചോ? അടിക്കുവോ? ആണോ? എന്തിനാ കടിക്കുന്നേ? ആണോ? ആ കണ്ടോ, കുട്ടികളെ കൊണ്ട് അച്ഛൻ ഇവിടെ പണി ചെയ്യിപ്പിക്കുന്നുണ്ട്. മേലെ നിന്ന് ഫോൺ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ടെന്നാണ് അവള് പറയുന്നത്. എപ്പോഴും പറയുന്നുണ്ട് അല്ലേ? അതവിടെ ഇരുന്നോട്ടെ. നിന്നോട് മാത്രമേ പറയുള്ളൂ? അത് ഇവള് ചെറിയ കുഞ്ഞായതുകൊണ്ടാ. എന്നോട് എപ്പോഴും പറയും. അപ്പൊ ഞാൻ പറയും മനുഷ്യർക്ക് കൈയുള്ളത് ആ സാധനം എടുക്കാനല്ല. അത് കൊള്ളാം എന്തായാലും. അപ്പൊ അച്ഛൻ എന്ത് പറയും? അപ്പൊ അച്ഛൻ സ്വയം വഴി എടുക്കുവോ അതോ അമ്മി പോയി എടുത്തു കൊടുക്കണോ? ഞാൻ ഇപ്പഴും എടുത്തു കൊടുക്കും. സ്നേഹം ഉണ്ടെന്നാലും ഇതൊക്കെ പറഞ്ഞാലും അവൾ എടുത്തു കൊടുക്കുന്നുണ്ട് അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ അല്ലി എടുത്തു കൊടുത്തോളും അല്ലേ? ആ യെസ്. അല്ലിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? മാമു കഴിക്കാൻ എന്താ ഏറ്റവും ഇഷ്ടം? എന്റെ പേര് അല്ലി. നിന്റെ പേര് അല്ലി എന്ന് എനിക്ക് മനസ്സിലായി. ഇഡ്ഡലി ഇഷ്ടാണോ? എത്ര ഇഡ്ഡലി കഴിക്കും? 2 3 കഴിക്കോ? 4 4 കഴിക്കും. 5 പറഞ്ഞ 5 കഴിക്കുമായിരിക്കും. ആ തുണി, അത് ആരുടെ തുണി അവിടെ ഇട്ടിരിക്കുന്നേ? ഞങ്ങളുടെ ഒക്കെ. ആ അത് നന്നായി എന്തായാലും. പിന്നെ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിക്കുവോ? ആരെവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന? അല്ലിക്കുഞ്ഞാന്നോ? അച്ഛനും പിന്നെ കളിക്കും. അപ്പൊ അച്ഛൻ വഴക്ക് പറയും. ആര് വന്നേ? ഓ കണ്ടം പൂച്ച വരുമോ ഇവിടെ? ഈ കണ്ടം പൂച്ച വന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യാ? എന്റെ പാറ്റ തള്ളിയിട്ടു. ഓണോ?
എന്റെ പൂച്ച രാത്രി എന്റെ പൂച്ച എന്റെ പാത്രം ആ. എന്തില്ലേ ഓ ആ പാത്രമൊക്കെ തള്ളിയിട്ടോ? അങ്ങനെ ഉണ്ടായോ? ഈ അല്ലിയുടെ വീഡിയോസ് ഒക്കെ ആരാ എടുത്തു തരുന്നേ അല്ലി? എന്റെ ഫോട്ടോ എടുത്തു ഏ? അച്ഛ അച്ഛനാണോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നേ അല്ലിക്ക്? എന്നിട്ട് ഞാന് ആ. ആ. ഇവിടെ തച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറയുവോ? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ? ആണോ? ബുദ്ധിമുട്ടിക്കുവോ അവിടെ? പാവം കൊച്ച. മുട്ടായി വേണോ? മുട്ടായി എടുത്തു തരാം. അത് നിന്റെ മിഠായിയാ? മിഠായി വേണോ? മിഠായി തന്ന കുറച്ചേരം കൂടി വർത്താനം പറയോ? അല്ലിക്ക് അല്ലിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? അല്ലിക്ക് കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടറിയോ? ഓക്കെ, അത് ആമിയുടെ. ആരാ അല്ലിയോട് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കൂടുതൽ പറയാ? അമ്മയെ പറയാ, അച്ഛനെ പറയാ? ഇനി പറയില്ലേ? ഹലോ ആ അച്ഛന് കൊടുത്തേക്ക. അച്ഛൻ സൂക്ഷിച്ചെടുത്ത് വെക്കാം. അച്ഛനാന്നോ പാവം, അമ്മയാന്നോ പാവം? ആരാ പാവം അല്ലി? അതോ അച്ഛൻ മിഠായി വാങ്ങിച്ചു, അത് കൊടുക്കും കുട്ടിക്ക്. അല്ലെങ്കിൽ അലിക്കുഞ്ഞ് ഏറ്റവും ഇഷ്ടം ആരെയാ ഇവിടെ? എനിക്ക് എന്നെ തന്നെയാ ഏറ്റവും ഇഷ്ടം. സെൽഫ് ലവിന്റെ ഒരു എക്സ്ട്രീം ആയത്. പറ, അല്ലി കഴിഞ്ഞ അല്ലിക്ക് ആരെന്നെ ഇഷ്ടം? ആ വളയൊക്കെ കൊള്ളാം. എനിക്കും ഉണ്ട് വള. ഈ വള തരട്ടെ? ആ വള എനിക്ക് തരുമോ? ഈ വള ഞാൻ തരാം. ആ വള തരുമോ എനിക്ക്? അമ്പലത്തേക്ക് പോയിട്ട് ഓ കണ്ണൻ പൂച്ചയെ കണ്ടു അമ്പലത്തില് പോയപ്പോഴും? ആണോ? ആനയെ കണ്ടോ? ആന ഉണ്ടായിരുന്നു അമ്പലത്തില്? എത്ര ആന ഉണ്ടായിരുന്നു? 2 ആന ഉണ്ടായിരുന്നോ? ആനയ്ക്ക് കൊമ്പുണ്ടോ? ഓനക്ക് തുമ്പിക്കൈ ഉണ്ടായിരുന്നു. തുമ്പിക്കൈ ആണോ? ചെവിയുണ്ട്. വലിയ ചെവിയല്ലേ ആനയ്ക്ക്? ആ ചെവി ഉണ്ടായിരുന്നു. പിന്നെ എന്താ ആനയ്ക്ക് ഉണ്ടായിരുന്നേ? കൊമ്പുണ്ടായിരുന്നോ? അലിയെ കുത്തിയോ? എന്നിട്ട് അലിക്കൊന്നും പറ്റിയില്ലേ ആന കുത്തിയിട്ട്? ആനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ആരെ കണ്ടിട്ട്? കസേര നമ്മൾ കണ്ടു. അതൊന്ന് കാണിച്ചു തന്നെ. ആന കുത്തിയത് എങ്ങനെയാന്ന്? എനിക്ക് നോക്കട്ടെ ഞാൻ എങ്ങനെയാ. ഞാൻ കണ്ടിട്ടില്ല ആന കുത്താൻ വരുന്നത് ഇത്ര കാലമായിട്ട്. ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ പിടിക്കാം. ആ എന്നെ ഒന്ന് കുത്തി കാണിക്കും നോക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കാം. എങ്ങനെയാ ആന കുത്താൻ വന്നേ? അയ്യോ അങ്ങനെ വന്നു ആന. അപ്പൊ എന്ത് ചെയ്ത അല്ലിക്കുഞ്ഞെ? ഓടിയോ? ഓടി. ആരോടിയ? അല്ലിക്കുഞ്ഞാണ് ഓടിയോ അതോ അച്ഛനെ എടുത്തിട്ട് ഓടിയോ? വീണോ? വാവു എന്തെങ്കിലും പറ്റിയോ? ആ കണ്ടോ ആകെ വാവു ആയില്ലോ. സാരില്ല കേട്ടോ, മാറിയില്ല. വാവു കാണാനൊന്നുമില്ല. വാവു ഒക്കെ പോയി. മരുന്നൊക്കെ വെച്ചോ എന്നിട്ടോ വാവുന്? ഞാൻ മരുന്നൊക്കെ വെച്ചു. ആ എന്നിട്ട് അവിടെ എന്തുണ്ടായത്? ഇവിടെയൊക്കെയാണോ വാവു ആയത്? കുഞ്ഞു വാവു ആയത്? ഓ ഇവിടെ ഒരു വാവു ഉണ്ട്. ചെറിയൊരു വാവു ഉണ്ട് ഇവിടെ. കയ്യിലൊക്കെ ആയോ? ഓ വികൃതി കാണിച്ചിട്ട് ഉവാവു ആവാറുണ്ടോ? അല്ലിക്കുഞ്ഞ് വികൃതി കാണിക്കാറുണ്ടോ? ഇല്ലേ? ഗുഡ് ഗേൾ ആണോ?
അപ്പൊ ഇതാണ് അല്ലിക്കുഞ്ഞിന്റെയും ആമിക്കുഞ്ഞിന്റെയും അച്ഛനും അമ്മയും, മാലിനി ചേച്ചിയും മഞ്ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം, ചേച്ചി നമസ്കാരം. എന്താണ് അല്ലിക്കുഞ്ഞിന്റെ വിശേഷങ്ങൾ? നമ്മൾ അല്ലിക്കുഞ്ഞിനെ മാത്രമേ ഓൺ സ്ക്രീനിൽ അധികം കാണാറുള്ളൂ, ഇടയ്ക്കും തലയ്ക്കും മാത്രമാണ് നിങ്ങളെ കാണുന്നത്. എങ്ങനെയുണ്ട് അല്ലിക്കുഞ്ഞിന്റെ വിശേഷങ്ങൾ? അല്ലിക്കുഞ്ഞ് ആള് വീഡിയോയിൽ കാണുന്ന പോലൊക്കെ തന്നെയാണ്, പിന്നെ കുറച്ചുകൂടെ ഒരു വികൃതിയൊക്കെ ആയിട്ട് വരുന്നു. പണ്ട് കുറച്ചുകൂടെ ഒക്കെ നമ്മൾ പറഞ്ഞാലൊക്കെ മേക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു, കുറച്ചുകൂടെ മാറി. ഇപ്പം ചേച്ചി അനിയത്തിയും കൂടെ ഉള്ളതുകൊണ്ട് വീട്ടിൽ സംഭവ ബഹുലമാണ്. എന്താ ചെയ്യുന്നത് ചേട്ടൻ? എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഐ.ടിയിലാണ്, ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ചേച്ചി വലിയ ടാസ്കിൽ തന്നെ പെട്ട് കിടക്കുവാണോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യാണ്, ഓക്കെ, രണ്ടുപേരും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. മഞ്ചേട്ടൻ ബാംഗ്ലൂര്, ഞാൻ ഇവിടെ ഇൻഫോ. ഓക്കെ ഓക്കെ ഫൈൻ. എന്താ ആമീനെ ഇപ്പൊ നമ്മൾ ഇടിച്ചിരി പെമ്പർച്ചിരിയിൽ കണ്ടിട്ടുണ്ട്. ഇവളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു താരം തന്നെയാണ് അല്ലി എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് അല്ലിയുടെ കണ്ടന്റുകൾക്ക് പിന്നിൽ? ആരാണ്? മാലുവാണ് മിക്കവാറും എല്ലാ കണ്ടന്റും ചെയ്യുന്നത്. ഞാൻ വല്ലപ്പോഴും ഒക്കെ കുറച്ച് അച്ഛനോടാണെന്നാണ് കണ്ടന്റുകൾ കാണുമ്പോ പറയുന്നത്. അതെ, അച്ഛൻ ഫേവറേറ്റ് ആണ്. പിന്നെ അങ്ങനെ കണ്ടന്റിനായിട്ട് അങ്ങനെ എടുക്കാറില്ല, ചിലപ്പോ എന്തെങ്കിലും അങ്ങനെ കണ്ടന്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ ആക്സിഡന്റലി എന്തെങ്കിലും വരുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, അത് പോസ്റ്റ് ചെയ്യും, അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ചിലത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടം തോന്നിട്ട് ഇന്ന ക്യാരക്ടർ ആൾക്ക് ചേരുമെന്ന് തോന്നിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യിപ്പിച്ച എന്താല്ലേ എക്സാമ്പിൾ ആയിട്ട് പറയാം? ഇപ്പൊ മോഹൻലാലിന്റെ ഒരെണ്ണം, പിന്നെ UDC ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആളെ കുഞ്ഞായിരുന്നപ്പോ ആ ഒരു ഫേസ് കട്ട് വന്നപ്പോ നമ്മൾ അങ്ങനെ ആ ഡയലോഗ്സ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും പുള്ളിക്കാരുടെ ഓൺ വോയിസ് ആണ് പോവാറ്. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ് ഓൺ വോയിസ് കേൾക്കുന്നത്. അപ്പൊ ഈ നമ്മൾ റീമിക്സ് ഒക്കെ ചെയ്തിട്ടാലും ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ മെസ്സേജ് കാണുമ്പോൾ. കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാനാണ് ഇഷ്ടം, അപ്പൊ കുഞ്ഞിന്റെ ശബ്ദം വെച്ചിട്ടുള്ളത് ഇടണേന്ന് പറയും. അപ്പൊ അത് നമുക്ക് അല്ലിക്കുഞ്ഞ് ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? ഒത്തിരി പേര് മെസ്സേജ് അയക്കും, ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയാം അല്ലിക്കുഞ്ഞിന് ഇഷ്ടമായി, അവർക്കൊരു തെറാപ്പി കൂട്ടാണ് അല്ലിക്കുഞ്ഞിന്റെ വീഡിയോസ് കാണുന്നത്, ഭയങ്കര സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് വീഡിയോസ് താമസിക്കുമ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കും ഇന്ന് ഈ ആഴ്ച എന്തോ പറ്റി ഇതില്ലാത്ത. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ വീഡിയോസ് ഇടാറില്ല. ഇങ്ങനെ എന്ന് വെച്ചാൽ അവളെ അധികം സ്ട്രെസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന വെച്ചിട്ട് ഇട്ടുപോവാ ചെയ്യാറ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞൊരു വീക്ക് നമ്മള് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വ്യാഴമൊക്കെ ആയപ്പം എല്ലാരും ചോദിച്ചു തുടങ്ങി വീഡിയോസ് വെയിറ്റിംഗ് ആണ്. അപ്പൊ വീഡിയോ പിന്നെ ഇവരെ ഒരു കണ്ടന്റ് പഠിപ്പിച്ചെടുത്ത് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അവരൊന്നാമത് ആദ്യം ചിലപ്പോ പറയും, അപ്പൊ തന്നെ നമ്മള് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞെടുപ്പിക്കലാണ് പതിവ്. അങ്ങനെ പറയുമ്പോ കേൾക്കുവോ? ഈസി ടാസ്ക് ആണോ? വളരെ ചിലപ്പോ ചില സമയം നമ്മൾ കുറെ നടക്കണം ചിലപ്പോ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ചെയ്യും. അല്ലാതെ നമ്മളൊരു വേറെ ഇന്നത് പറഞ്ഞ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് ആണ്. നമുക്ക് അവരങ്ങനെ നിന്നും തരില്ല, നമുക്ക് പറയിപ്പിച്ചെടുക്കാന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യുന്നേക്കാൾ IT ജോലിയേക്കാൾ ബുദ്ധിമുട്ട്. എത്രാമത്തെ വയസ്സിൽ അല്ലിയുടെ ആദ്യത്തെ വീഡിയോ ഇടുന്നേ? എനിക്ക് തോന്നുന്നു 5 മാസം കഴിഞ്ഞ് 6-ാം മാസം തുടങ്ങുന്ന സമയത്താണ് ഞാനൊരു മീശമാധവന്റെ ഒരു റീമിക്സ് ഇട്ടിരുന്നു. അത് അത്യാവശ്യം നല്ല വൈറലായിട്ട് 7.5 മില്യൺ ഒക്കെ പോയി. അങ്ങനെയാണ് ആദ്യമായിട്ട്. ഇതിനു മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആമിയുടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആമിയുടെ ചെയ്യുന്ന സമയത്ത് ആമിക്ക് ഇങ്ങനെ ആമിയുടെയും ഒത്തിരി വൈറൽ കണ്ടന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റഗ്രാം പോയി, സസ്പെൻഡ് ചെയ്തു. ഈ ആമിയുടെ ഒരു റെഡ് കളർ സാരി ചുറ്റിട്ട് ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. ഒരു ഡയബറ്റീസിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു സാരി ചുറ്റിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആമിയുടെ? ഇല്ല, ആമിയുടെ സാരി ഇട്ടിട്ടില്ല. ആമിയുടെ ഒരു ടൈമില് നമ്മളിങ്ങനെ തുടങ്ങിയ സമയത്ത് ഡയബറ്റീസിന്റെ, അതായത് അവയർനെസ് അങ്ങനെ കൂട്ടത്തെ ഒരു ഇതുണ്ടായിരുന്നു. വേറെ ഒരെണ്ണം വെച്ചാൽ ഈ ആമി അല്ലിയോട് പറയുന്ന ഒരു ഇതുണ്ട്, അതായത് ജീവികളെ ഒന്നും ഉപദ്രവിക്കരുത്, നമ്മൾ നോക്കണം, അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഇതേ കൂട്ടുണ്ട്, അതായത് അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണം പറഞ്ഞിട്ടുള്ള കുറെ ഉപദേശം, അങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. അതപ്പോ അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അത് സസ്പെൻഡ് ആയിപ്പോയി അക്കൗണ്ട്. അതിപ്പോ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു കണ്ടന്റ് ഇടാൻ വേണ്ടി എടുത്തതല്ല. അപ്പം അത് ഫസ്റ്റ് അക്കൗണ്ട് ശരിക്കും ആമിയുടെ പേരിൽ തന്നെ ആയിരുന്നു. അപ്പൊ അവളുടെ ഏജ് കാറ്റഗറി വെച്ചിട്ട് അത് സസ്പെൻഡ് ആയി പോയതാ. കാര്യം അവൾക്ക് യൂസ് ചെയ്യാനുള്ള ഏജ് ആയില്ല എന്നുള്ളത് കൊണ്ട്. പിന്നെ രണ്ടാമത് വന്നപ്പോ ഞാൻ ചുമ്മാ ഇതിനു വേണ്ടി എന്റെ അക്കൗണ്ടിൽ തന്നെ അല്ലിക്കുഞ്ഞിന്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് റാൻഡമായിട്ട് ഇട്ട വീഡിയോസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കയറിപ്പോയി. അപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. അതെ. ഇവിടെ എങ്ങനെയാ ലൈക് നമ്മള് വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല സ്മാർട്ടാണ്, കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ട്. ശരിക്കും എങ്ങനെയാ?
ശരിക്കും ഭയങ്കര കുറുമ്പാണ്. പിന്നെ ഭയങ്കര എന്താണ് ഇങ്ങനെ ഇത് തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു ഗുണ്ട രീതിയിലൊക്കെയാണ് ഇവിടുത്തെ നടപ്പ്. ചെറിയൊരു ഗുണ്ടയാണ് വീട്ടില്. ആമിയൊക്കെ ആമി കുറച്ചുകൂടി സൈലന്റ് ആണോ? അല്ല, രണ്ടുപേരും ഇതാണ്. പക്ഷെ ആമിയാണ് മെയിൻ വികൃതി ആമിയെ കണ്ടിട്ടാണ് ഇവൾക്കുള്ളത്. എന്നുവെച്ചാൽ നമ്മള് കുഞ്ഞിലത്തെ കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ആമിയായിരുന്നു ഇച്ചിരൂടെ എളുപ്പം. അല്ല, ഇച്ചിരൂടെ പാട്. അല്ലേ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ഇങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ദിവസം ആള് കുസൃതിയാണ്, അടുത്ത ദിവസം മറ്റേ ആള് കുസൃതിയാണ്. അങ്ങനെ ഈക്വൽ ബാലൻസിൽ പൊക്കോണ്ടിരിക്കുവാണ്. നമ്മള് ഈ കണ്ടന്റ്സ് ഒക്കെ ഇട്ടിട്ട് ആരെങ്കിലും വന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് വെളിയിലുള്ളവരൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായ്, US അങ്ങനെ കുറെ പേര് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ റാൻഡമായിട്ട് ആൾക്കാരെ കാണാറുണ്ട്. ലുലുവിൽ പോകുമ്പോ മെയിൻ ആയിട്ട് എല്ലാ ദിവസവും പോകുമ്പോ ആരെങ്കിലും കാണും. അപ്പൊ വന്നിട്ട് ചോദിക്കും അല്ലിക്കുഞ്ഞല്ലേ എന്ന് ചോദിക്കും. ഈവൻ നമ്മൾ ഗുരുവായൂർ പോയിരുന്നു, അപ്പൊ അവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട്. കൊടൈക്കനാൽ പോയപ്പോ അവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. പിന്നെ കുറെ പേര് ഇങ്ങനെ പറയും ഞങ്ങൾക്ക് അല്ലിക്കുഞ്ഞിനെ കാണണം, എല്ലാവരും വെളിയിൽ നാട്ടിൽ വരുന്ന സമയത്ത് കുഞ്ഞിനെ കാണാൻ വരണമെന്ന് പറയും. ഈ അല്ലിക്കുഞ്ഞിന്റെ ലുലു മോൾ സ്നേഹം നമ്മൾ റീലിലൊക്കെ കാണുന്നതാണ്. ലുലു മോൾ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്തിനാണേലും അല്ലിക്കുഞ്ഞിനോട് അല്ലിക്കുഞ്ഞെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ലുലു മാളിൽ പോവാന്ന് പറഞ്ഞാൽ പോവാം എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങും. അത്രയ്ക്ക് ഇഷ്ടമാണ്. അതെന്താ ലുലു മോൾ ഇത്ര ഇഷ്ടം? കളിക്കാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ടാണോ? അതോ യൂസഫ് അലിഖാൻ ഇഷ്ടമാണോ? എന്തുകൊണ്ടാ ലുലു മോൾ ഇഷ്ടം? എന്തിനാ ലുലുമാളി പോന്നേ? എന്തിനാ അല്ലി ലുലുമാളി പോന്നേ? അയ്യാ, എന്തിനാ ലുലുമാളി പോന്നേ? അങ്ങനെ പറ. ലുലുമാളിൽ എന്തിനാ പോന്നേ? അല്ലിക്കുഞ്ഞിന് ലുലു മോളിൽ പോന്നേ എന്തിനാ മോനെ? മക്കളെ ലുലു മോളിൽ എന്തിനാ മക്കൾ പോന്നേ? എന്തിനാ ലുലുമാളി പോന്നേ കുഞ്ഞ്? എന്തിനാ? ട്രെയിനിൽ പോകും ലുലുമാളില്. പിന്നെ വേറെ എന്തുണ്ട്? ചാടി പോവാനുണ്ട്. അവിടെ കളിക്കാനുണ്ട്. പിന്നെ വേറെന്തുണ്ട്? ലുലുമാളിൽ എന്തിനാ പോന്നേ? എവിടെ കുഞ്ഞു ലുലുമാളി പോയാലോ എവിടെ പോവാ ആദ്യം? ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പാർക്കിൽ പോവോ കുഞ്ഞു ലുലുമാളിലെ? ഇല്ലേ? ഇല്ല. ആമിക്ക് എന്താ ലുലു മോളിൽ ഇഷ്ടം? പാർക്കിൽ പോവാനാണോ ഇഷ്ടം? പാർക്കിൽ ഏത് റൈഡാ ഇഷ്ടം? അല്ലെങ്കിൽ എന്താ കളിക്കുന്ന ഏത് സ്ഥലമാ ഇഷ്ടം? മേളത്തെയാണോ ഇഷ്ടം? മേളത്തെ റൈഡിലൊക്കെ പോവാറുണ്ടോ? ഓക്കെ. ഏതിലാ ഏറ്റവും കൂടുതൽ പോവാറ്? മേളത്തെയാ ഇഷ്ടം, പക്ഷെ ഏറ്റവും കൂടുതൽ പോകുന്നത് താഴത്തെയാന്ന്. കാരണം നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോ ആദ്യമേ താഴെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികൾ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇഡ്ലി സ്നേഹമാണ്. ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലി. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും കുഞ്ഞിനെ വേറെ കാണിച്ച് ഇഡ്ലി എന്ന് പറഞ്ഞ് പറ്റിക്കാന്ന്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും അവൾക്ക് ഇഡ്ലി അത്രയും ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ പറയും എന്നും ഇഡ്ലി ഉണ്ടാക്കി ഇഡ്ലി മടുത്തു അവസ്ഥയാണ്. ഇഡ്ലി, കഞ്ഞിവെള്ളം, മുട്ട പുഴുങ്ങിയത്, ആൾക്ക് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ നമ്മൾ വേറെ ഒന്നും കൊടുത്താല് വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നാടൻ ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മറ്റേ ജങ്കിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒട്ടും താല്പര്യമില്ല. ജങ്കല്ല, മറ്റുള്ള എന്ത് ഭക്ഷണമാണെങ്കിലും പുള്ളിക്കാരിക്ക് നാട്ടിലെ ഗോട്ട് ഫുഡ്, കഞ്ഞിയുണ്ട് ഇത് അല്ലെങ്കിൽ ഇഡലി ഉണ്ടെങ്കിൽ ഷീസ് ഹാപ്പി. പിന്നെ പായസം, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം, പിന്നെ ഫ്രൂട്ട്സിലാണേലും പഴം, ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ ഞങ്ങൾ പറയും ഇങ്ങനെ ലോ മെയിൻ്റെനൻസ് ഈസിയാണോ? രണ്ടുപേരും കൂടി മേയ്ക്കാന്ന് പറയുന്നത് പക്ഷെ ഒരു ടാസ്ക് ആയിരിക്കും അല്ലേ? ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ കുഴപ്പമില്ല, രണ്ടുപേരൂടെ ഉള്ളതുകൊണ്ട് അവര് തന്മയിലിരുന്ന് കളിച്ച് ചിലപ്പോഴൊക്കെ അങ്ങ് പോയിക്കോളും. ഇവളിപ്പോ സ്കൂളിലേക്ക് പോകുമ്പോ ഇവളെന്താ നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോ ഇവളെ നോക്കുന്നതൊക്കെ അമ്മുമ്മയാണ്. അപ്പൊ ഇതൊക്കെയാണ് ആമിയുടെയും അല്ലിയുടെയും വിശേഷങ്ങൾ. ഇനി ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഇതേപോലത്തെ വർത്തമാനം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാലിനി മനു 26 ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ മറ്റൊരു കുട്ടിക്കുറുമന്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.
ഗുഡ് നൈറ്റ്.